സർവശക്തനും മഹാകാരുണ്യവാനും ബലവാനും സർവകൃപാലുവുമായ പരിശുദ്ധ ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു ദിവസം കൂടെ ദൈവകൃപയാൽ നമുക്ക് ദാനമായി ദൈവം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദിവസം മുഴുവനും ദൈവത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. ദൈവം നമ്മളെ നടത്തുമാറാകട്ടെ. ഇന്ന് 12-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. 7 വാക്യങ്ങളുള്ള ഒരു ചെറിയ സങ്കീർത്തനം. 11-ാം സങ്കീർത്തനം പോലെ തന്നെ ഇത് ശീർഷകം 6-ാമത്തെ സങ്കീർത്തനത്തോട് ചേർന്നതാണത്. ടു ദ ചീഫ് മ്യൂസിഷ്യൻ, സംഗീത പ്രമാണിക്ക് അഷ്ടമരാഗത്തിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് എൻ്റെ ഹെഡിങ് പറയുന്നത്. ഇത് ശൗല് തന്നെ ഉപദ്രവിച്ച നാളുകളിൽ എഴുതിയ സങ്കീർത്തനം എന്നാണ് പറയുന്നത്. തന്നെ വേട്ടയാടിയ നാളുകളിൽ കാരണമൊന്നും കൂടാതെ തന്നെ അസൂയ നിമിത്തവും പക നിമിത്തവും എല്ലാം ശൗല് ദാവീദിനെ വേട്ടയാടിയത് കാണുന്നു. ആ സാഹചര്യങ്ങളിൽ പാടിയ സങ്കീർത്തനമാണ്. ഇവിടെ 1-ാമത്തെ സങ്കീർത്തനം ഇവിടെ ഒരു പ്രയർ ഫോർ ഡെലിവറൻസ്, ഒരു രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ രക്ഷിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ദൈവത്തോട് യാചിക്കുന്നത്. അത് തൻ്റെ മാത്രമല്ല സമൂഹത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായുള്ള പ്രാർത്ഥനയായിട്ട് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ആദ്യം തുടങ്ങുന്നതാണ്: യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു. കപടമുള്ള അധരത്തോടും ഇരുമനസ്സോടും കൂടെ ഇവർ സംസാരിക്കുന്നു. കപടമുള്ള അധരങ്ങളെയൊക്കെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങളുടെ യജമാനൻ ആരെന്ന് അവർ പറയുന്നു. ഇവിടെ ഒരു വിപരീത സാഹചര്യമാണ്. ദാവീദ് നോക്കുമ്പോൾ എങ്ങും ഇവിടെ എന്താണ് കുറവ്? ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത് യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ദാവീദിന് പടയാളികളുണ്ട്, സേനാനായകന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്, ഒരു രാഷ്ട്രം മുഴുവനും അല്ലെങ്കിൽ അതിൽ എല്ലാം ഉണ്ട്. പക്ഷേ ഒരു കാര്യമാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, ഇല്ലാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. എക്കാലത്തെയും ഒരു ന്യൂനതയാണ് കുറവെന്ന് പറയുന്നത്. ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത് ഭക്തന്മാരുടെ കുറവാണ്. ഭക്തന്മാരില്ലാതെ പോകുന്നു. മറ്റു പലതിനും ആളുണ്ട്, എന്നാൽ യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് ആ നീതിമാൻ ഉയർന്നു വരുമ്പോൾ പട്ടണം സന്തോഷിക്കും, ദുഷ്ടന്മാർ വർദ്ധിച്ചു വരുമ്പോൾ നാശമെന്നാണ് സദൃശവാക്യത്തിലൊക്കെ പറയുന്നത്. ഒരു നല്ല മനുഷ്യരെ, ദയവുള്ള മനുഷ്യനെ നമ്മൾ പലപ്പോഴും അന്വേഷിക്കും, നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലും ഏതൊരിതിലും സഹായത്തിലും ഒക്കെ. പക്ഷെ അപ്രകാരം നമ്മളായിരിക്കാൻ നമ്മൾ പലപ്പോഴും തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. ഒരു സഹായത്തിനായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റേഷനിലോ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ സഹായത്തിനായിട്ട് നമ്മളോട് മേഴ്സിഫുള്ളായിട്ട് കനിവോടെ അല്ലെങ്കിൽ ദയവോടെ മറ്റുള്ളവർ ഇടപെടണം, അധികാരികൾ ഇടപെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ അപ്രകാരം നമ്മളാകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉരുത്തിരിയുന്നുണ്ട്. എന്നാലും ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുക, യഹോവയെ നോക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. വിശ്വസ്തരായിരിക്കുക, എല്ലായിടത്തും ചെറിയ കാര്യങ്ങൾ പോലും വിശ്വസ്തരായിരിക്കുക. വിശ്വസ്തരെയാണ് ദൈവം താങ്ങുന്നത്. വിശ്വസ്തരെ നോക്കി അവൻ്റെ പ്രവൃത്തി വിശ്വസ്തതയുള്ളതായി കണ്ടില്ല തിരുവഴുത്ത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ കർത്താവ് അവസാനം ഈ പ്രതിഫലം കൊടുക്കുന്ന നാളിൽ നല്ല ഗുഡ് സെർവനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വിശ്വസ്തത ആരോട്? ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തരായിരിക്കണം. ദൈവത്തോട് വിശ്വസ്തരാണെങ്കിൽ നമ്മൾ മനുഷ്യരോട് വിശ്വസ്തരായിരിക്കും. എല്ലാത്തിലും ഒരു ഫെയ്ത്ത്ഫുൾനെസ്, നമ്മളെ വിശ്വസിച്ചേൽപ്പിക്കുന്ന ഓരോ കാര്യത്തിലും, ചെറുതി കാര്യത്തിലും വലിയ കാര്യത്തിലും എല്ലാം വിശ്വസ്തരായിരിക്കുക. ഇവിടെ ഓരോരുത്തൻ, അതിന് എന്താണ് പറയുന്ന കാര്യങ്ങൾ? ഓരോരുത്തൻ തൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു. കൂട്ടുകാരനോടാണ് വ്യാജം സംസാരിക്കുന്നത്. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇൻറ്റിമേറ്റ് ഇതാണ്, എല്ലാം തുറന്നു പറയുന്നതൊക്കെ എല്ലാവരും പറയും അല്ലേ. കൂട്ടുകാരനോട്, പേരൻസിനോട് പറയാത്തതും കൂട്ടുകാരോട് ഷെയർ ചെയ്യുമെന്ന് പറയുന്നത്. ഇവിടെ ദാവീദ് പറയാം, കൂട്ടുകാരോട് തന്നെ വ്യാജം സംസാരിക്കുന്നു. കപടമുള്ള അധരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. ഡബിൾ മൈൻഡഡ്, ഇരുമനസ്സാണ്. കപടമുള്ള അധരമുണ്ട്, ഇരുമനസ്സുണ്ട്. ഇതൊക്കെ ദൈവം വെറുക്കുന്ന മാത്രം, ഇതൊക്കെ ഈവിൾ ആയിട്ടുള്ള ഒരിതാണ്. അതുകൊണ്ട് നമുക്ക് ഇത് കാണുമ്പോൾ ഇതിനെതിരെയുള്ള നമ്മുടെ പ്രാർത്ഥന, ഇങ്ങനെ ഇല്ലാതിരിക്കുവാൻ, ഇങ്ങനെ ആയിരിക്കാതിരിക്കുവാനുള്ള പ്രാർത്ഥനയാണ് നമ്മൾ വരികയുണ്ട്. എന്നിട്ട് പറയാം, കപടമുള്ള അധരങ്ങളെയൊക്കെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും.
ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങളുടെ യജമാനൻ ആരെന്നവർ പറയുന്നു. ഇവര് ഈ സംസാരിച്ചെന്തും നേടിക്കളയുന്ന ഒരു കൂട്ടം. എന്തിലും അത് നോണ പറയണേ നോണ പറയും, വ്യാജം പറയണേ വ്യാജം പറയും, മുഖസ്തുതി പറയുന്നിടത്ത് മുഖസ്തുതി പറയും. അങ്ങനെ കാരണം അവരെ നിയന്ത്രിക്കാൻ ഒരിതില്ല. ഈ നാവിന്റെ മേൽ ദൈവത്തിന്റെ നിയന്ത്രണം വരുന്നതാണ് ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ ബാബേലിന്റെ അവിടെ അവരുടെ ഭാഷ കലക്കി കളയ്ക്കുന്നതായിട്ട് കാണുന്നത്. അവരുടെ യൂണിറ്റി അത് തിന്മയ്ക്കുള്ള യൂണിറ്റിയാണ്. അതിന്റെ ദൈവം ഭാഷ കൊണ്ട് കലക്കി കളയുക, അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെയായി. എന്നാൽ പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ പെന്തിക്കോസ്തി എന്ന് പറയുന്നതാണ് ആ ഭാഷയെ ദൈവം ഒരുമനപ്പെടുത്തുകയാണ്. കാരണം എല്ലാവർക്കും ആ ഭാഷ മനസ്സിലാകുക. ബാബേൽ ഗോപുരത്തിൽ ഭാഷ ആർക്കും പരസ്പരം മനസ്സിലായില്ല. എന്നാൽ ഇവിടെ പെന്തിക്കോസ്തിയിൽ ദൈവസഭയുടെ പണിയിൽ അവിടെ ഭാഷ എല്ലാവർക്കും മനസ്സിലാകുക. പത്രോസ്, അപ്പോസ്തലൻ പൗലോസ് അവർ സംസാരിക്കുന്നത് എല്ലാ ഭാഷക്കാർക്കും മനസ്സിലാകാണ് അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും. അവിടെ അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഈ എന്തും നേടാനായിട്ട് ഇവിടെ അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവ് വന്നിട്ട് അഗ്നിനാവുകളാൽ അവർക്ക് പ്രത്യക്ഷനായെന്ന് പറയുന്നത്. അവരുടെ നാവിന്മേൽ ദൈവത്തിന്റെ നിയന്ത്രണം വന്നു. അല്ലെ, അവർ അന്യഭാഷകൾ സംസാരിച്ചു, അവരുടെ നാവിന്മേൽ ദൈവത്തിന്റെ നിയന്ത്രണം വന്നു. നാവാണ് നമ്മളെ നിയന്ത്രിക്കുക. ഈ നാവ് കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും സമൂഹത്തിൽ ഉണ്ടാകുന്നല്ലേ, അടി, ഭിന്നത, കലഹം എല്ലാം ഈ നാവ്. ഒരുത്തൻ അത് പറഞ്ഞു, ഒരുത്തൻ്റെ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടപ്പോൾ നാവ് ചെറിയൊരു ആയുധം എങ്കിലും അത് വലിയ ദോഷം സംഭവിക്കും. ചെറിയ ആയുധമാണ് അത്. ഈ ചുക്കാൻ എന്ന് പറയും നാവിഗേറ്റർ, ഈ കപ്പലിനെ എത്ര വലുതാണെങ്കിലും അതിനെ ചുക്കാൻ കൊണ്ട് അതിനെ നാവികൻ തിരിക്കുന്നത് പോലെ ഈ നാവ് ചെറിയ അവയവെങ്കിലും അതൊരു ചുക്കാൻ സമമാണ്, നിയന്ത്രിക്കുന്നതാണ് നമ്മളെ. അതുകൊണ്ട് നമ്മുടെ നാവിൻ്റെ ഇവിടെ പറയുക തങ്ങളുടെ യജമാനൻ ആരെന്നവർ ചോദിക്കുന്നത്. അവർ തന്നെ അവിടെ യജമാനൻ. എന്നാൽ നമ്മൾ നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവയവങ്ങളുടെ മേലൊരു ദൈവിക കൃപ വന്ന് ദൈവം നമ്മളെ നിയന്ത്രിക്കും. അതാണ് സങ്കീർത്തനം സഹസ്രഭാഗത്തിൽ നാവിൻ്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. നാവിനെയും ദൈവത്തിന് സമ്പൂർണ്ണമായി വിട്ടുകൊടുക്കണം. അപ്പോൾ അതാണ് തൻ്റെ നാവിനെ കടിഞ്ഞാണിടാതെ ഒരുത്തൻ താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവർക്ക് വ്യർത്ഥം എത്രയെന്ന യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്. അപ്പം നാവിനെ നിയന്ത്രിക്കാൻ, നല്ലത് പറയാൻ, അതായത് ഹൃദയം നിറഞ്ഞു കവിയുന്നതായാലും വായി സംസാരിക്കണം. അപ്പം നമ്മുടെ ഹൃദയത്തിൽ എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ ഹൃദയത്തിൽ കർത്താവായ രാജാവായി വാഴണം, യേശു കർത്താവായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയണം, പരിശുദ്ധാത്മാവാൻ ദൈവം നിറയണം, ആത്മാവ് നിറഞ്ഞവരായി. അങ്ങനെ വരുമ്പോൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ വരാൻ തുടങ്ങും. സ്പിരിച്വൽ സോങ്സ് വരും, സ്പിരിച്വൽ ഹിംസ് വരും, ദൈവസ്തുതി നമ്മുടെ ഉള്ളത്തുനിന്ന് വരും. ദൈവത്തെ നമ്മൾ സ്തുതിക്കും, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. പൗലോസ് എല്ലാറ്റിനും സ്തോത്രം ചെയ്യും, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥന എന്ന് പറയുന്നത് ജെന്യൂനായിട്ട് നമ്മളിന്ന് എപ്പോഴും വന്നുകൊണ്ടിരിക്കും ദൈവത്തോട്. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു ബന്ധം, ആത്മബന്ധം, ഒരു ആന്തരിക ബന്ധം എപ്പോഴും നമുക്കത് നമ്മളിൽ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ദൈവാത്മാവ് നമുക്ക് തരുന്നൊരു കൃപയാണ്. അതിലൂടെ പറയാണ്, ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങളുടെ യജമാനൻ ആരെന്നവർ പറയുന്നു. തുടർന്ന് ഒരു വ്യത്യസ്തതയിലേക്ക് പോവുകയാണ്. അവിടെ എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തവും ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവന് ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഇവരെന്താണ്, ഈ സാധുക്കളെ എല്ലാവരും വാക്കുകളെ മറിച്ച് കളയുക, നാവ് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ഇത് ആക്രമിക്കപ്പെടുന്ന ആരൊക്കെയാ? എളിയവരെ പീഡിപ്പിക്കുന്നു, ദരിദ്രന്മാരുടെ അവരുടെയും വിഷമിപ്പിക്കുന്നു, അവരുടെ ദീർഘശ്വാസം എന്ന് പറഞ്ഞാൽ വേദനയ്ക്കാണ് അവരുടെ ജീവിതങ്ങളിൽ. അതുകൊണ്ട് എന്ത് സംഭവിക്കുക? ദൈവം ചെയ്യുകയാണ്. ദാവീദിനെ ദൈവം മനസ്സിലാക്കും, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നു, ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ രക്ഷ നമ്മളിൽ വന്നാൽ പിന്നെ ഒന്നും നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല. എല്ലാത്തിലും ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുക. ചേമ്പിലയിൽ വെള്ളം വീണാൽ അതിനകത്ത് പറ്റി പിടിക്കാത്ത പോലെ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ എണ്ണ ഒഴിച്ചാൽ അത് മുകളിലേക്ക് വന്ന് കിടക്കുന്ന പോലെ, അല്ലെ മുകൾ പരിപ്പിൽ വന്ന് കിടക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ രക്ഷ ഉണ്ടെങ്കിൽ എല്ലായിടത്തും നമുക്ക് അതിനൊക്കെ അതിജീവിക്കാനായിട്ട് പറ്റും. എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നത്, അതിൽ ആഗ്രഹിക്കണം. നമ്മുടെ ഏതൊരു വിരുദ്ധ സാഹചര്യത്തിൽ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ.
അപ്പോൾ അടുത്ത് പറയുകയാണ് ദൈവത്തിന്റെ വചനങ്ങൾ നിർമ്മലമാണ്. മനുഷ്യരൊക്കെ ഇങ്ങനെ കപടതയൊക്കെ ആണെങ്കിൽ ദൈവത്തിന്റെ വചനം അത് നിർമ്മലമാണ്. അപ്പൊ ഈ വചനം നമ്മളിൽ ഉള്ളപ്പോൾ തന്നെ നമ്മൾ നിർമ്മലരാകും. കാരണം വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ചില സോപ്സ് ഒക്കെ ഉപയോഗിക്കിട്ട് ചില സോപ്പുകളൊക്കെ ഉപയോഗിക്കുകയാണ് കൈ കഴുകാനും മുഖം കഴുകാനും, അതുപോലെ ഡിറ്റർജൻസ് വസ്ത്രം കഴുകാനും ഒക്കെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ, നമ്മുടെ വിചാരങ്ങളെ, ബോധങ്ങളെ, മലിനതകളെ എല്ലാം വിശുദ്ധീകരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അത് വായിക്കുമ്പോഴും അത് ധ്യാനിക്കുമ്പോഴും എല്ലാം അത് ജീവശക്തിയാണത്. ഇവിടെ അതിന്റെ വില എന്ന് പറയുന്നത് പൊന്നിനേക്കാൾ വില, വെള്ളിക്കൊക്കെ ഇന്നിപ്പോൾ വെള്ളിക്ക് എല്ലാത്തിനും. അപ്പോൾ ചില കാലഘട്ടങ്ങളിൽ സ്വർണത്തെക്കാൾ വില വെള്ളിക്ക് വരും. വെള്ളിയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പറയുന്നത്. ഇവിടെ പറയാണ് വെള്ളി പോലെ അത് പ്യൂരിഫൈ ചെയ്ത് അതിന്റെ ശുദ്ധീകരണത്തെ കുറിച്ച് പറയുക. ഉലയിലിട്ട് 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെയാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുക. അത് കാലങ്ങൾ എത്ര കടന്നുപോയി, എന്നിട്ട് ദൈവവചനത്തിന് മാറ്റമില്ല. എന്തെല്ലാം വിമർശനങ്ങൾ അത് നേരിട്ടു. രാജാക്കന്മാരുടെ എല്ലാ പ്രബലന്മാരായവരുടെ എല്ലാ സാഹിത്യത്തിന്റെ എല്ലാ വിമർശനങ്ങൾ എല്ലാം നേരിട്ടിട്ടും അതിൽ കൂടെ എല്ലാം മനോഹരമായി കടന്നു വന്ന ഈ ദൈവത്തിന്റെ വചനം, അതിനെയൊക്കെ അതിജീവിച്ചു വന്നാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം. ഈ വചനം നമ്മൾ മെമ്മറൈസ് ചെയ്യാനും വചനം വായിക്കാനും വചനം ധ്യാനിക്കാനും, ദാവീദ് വചനം ധ്യാനിക്കുക എന്ന് പറയുന്നത് ദിവസം മുഴുവനും അതിൻ്റെ ധ്യാനമാകുന്നെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. ദൈവവചനം നമുക്ക് മഹാസമാധാനമാണ് നമുക്ക് തരുന്നത്. നമ്മളെ വഴി നടത്തുക എല്ലാം ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ഇനി അവിടെ പറയാണ്, യഹോവേ നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്ന് നീ അവരെ സൂക്ഷിക്കും, എന്നും സൂക്ഷിക്കും. ഈ ദൈവം രക്ഷിക്കുന്നവരെ ദൈവം എന്നും സൂക്ഷിക്കും. ഈ തലമുറയിൽ നിന്ന് അവരെ സൂക്ഷിക്കും. വക്രതയുള്ള തലമുറ, കോട്ടമുള്ള തലമുറ എന്നൊക്കെ തിരുവചനത്തിൽ പറയുന്നത്. ഈ വക്രതയുള്ള തലമുറ നിങ്ങൾ രക്ഷപ്പെടുവീന്ന് പത്രോസിന്റെ 1-ാമത്തെ പ്രസംഗത്തിലൂടെ കാണുന്നുണ്ട്. തുടർന്ന് പറയാം, മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കും. ഈ വഷളത്വം കൂടിക്കഴിയുമ്പോൾ ദുഷ്ടന്മാരെല്ലായിടത്തും സഞ്ചരിക്കുക. ദുഷ്ടന്മാർ പിഴുകുമ്പോൾ നാശമാണത്. അപ്പൊ ഇവിടെ ദാവീദിന്റെ പ്രാർത്ഥന, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, ഭൂമിയിൽ വിശ്വസ്തന്മാരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു, മനുഷ്യപുത്രന്മാരിൽ വിശ്വസ്തന്മാരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ഇതാകട്ടെ, നമ്മൾ ആ സ്ഥാനം തികയ്ക്കാൻ നമ്മളൊരാളെങ്കിലും ഉപ്പ് പോലെ സമൂഹം ചെയ്യാതെ മറ്റുള്ളവർക്ക് ഗുണം വരത്തക്കവണ്ണം, മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കും നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ദൈവങ്ങൾ നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും മഹാകാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, പുത്രനെ ഞങ്ങളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹമേ, പുത്രൻ വിലയേറിയ ജീവൻ ഞങ്ങൾക്ക് മറുവിലയായി തന്നു തൻ്റെ തിരുരക്തം ചിന്തി ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ അത്ഭുത സ്നേഹമേ, ആ സ്നേഹം ഞങ്ങളിൽ പകർന്നു തരുന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭക്തന്മാരില്ലാതെ പോകുന്ന തലമുറയിൽ ഭക്തന്മാരെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തന്മാർ കുറഞ്ഞു പോകുന്ന ഈ തലമുറയിൽ വിശ്വസ്തന്മാരെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും ആ അനുഭവമുള്ളവരായിരിക്കട്ടെ, നിന്നോട് യഥാർത്ഥ ഭക്തിയുള്ളവരായിരിക്കട്ടെ, ഞങ്ങൾ എവിടെയും ഏതിലും വിശ്വസ്തരായിരിക്കട്ടെ. അവിടുന്ന് ഒരിക്കലും വിശ്വസ്തന്മാരെ കൈവിടുകയില്ലാത്ത ദൈവമായിരിക്കാൻ ഞങ്ങളെ സ്തുതിക്കുന്നു. ചെറിയ കാര്യത്തിൽ പോലും ഞങ്ങൾ വിശ്വസ്തരായിരിക്കട്ടെ. എല്ലാം ദൈവം എപ്പോഴും ഞങ്ങളെ കാണുന്നു. ആ ദൈവത്തോടാണ് ഞങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന ചിന്തയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടെ തന്നെ ഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ ദൈവമേ, തിരുവചനം ഞങ്ങൾക്ക് അത് അവിടുന്ന് കൃപയോടെ അത് മനസ്സിലാക്കി തരണമേ. ധ്യാനിപ്പാൻ, അത് ചിന്തിപ്പാനെല്ലാം വചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. പരിശുദ്ധാത്മാവിനായി ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും പിതാവുമായവൻ എപ്പോഴും സ്തോത്രം ചെയ്യണമെന്ന് തിരുവചനത്തിന് പോലെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളിലുള്ളപ്പോൾ ജ്ഞാനവും വിവേകവും എല്ലാം ഞങ്ങൾക്കതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതിഫലനമാണ് അതെല്ലാം പറഞ്ഞു. ജ്ഞാനത്തിൻ്റെ ആത്മാവായിരിക്കുന്ന പോലെ ഞങ്ങളിലെല്ലാം അവിടുന്ന് പകർന്നു തരുമെന്നുള്ളത് ഞങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നു. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവും യഹോഭക്തിയുടെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെ സുബോധത്തിൻ്റെ ആത്മാവ് അപ്പോൾ ഞങ്ങളുടെ മേൽ പകരണമേ. അതിൻ്റെ നിറവിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ ദുഷ്ടതലമുറയിൽ ഞങ്ങൾ വിശ്വസ്തരായി നിന്നുകൊണ്ട് അനേകര ദൈവത്തിലേക്ക് നേടുവാൻ തക്കണം. ദാവീദിനെ പോലെ ദൈവത്തിലേക്കുള്ള ചൂണ്ടുപലകളായി ഞങ്ങളെ അവിടുന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ, മുഖത്തും അവിടുന്ന് മാത്രം എടുക്കണമേ. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ നാമം മഹിമപ്പെടുവാനായിട്ട് തന്നെ. ആമേൻ.